ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ആണി വെല്ലം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു വെള്ളം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാന് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട് തന്നെയാണുള്ളത്. പിന്നെ ഇതിലെ കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ബൗള് തേങ്ങയാണ്. അപ്പോൾ ഇതൊരു തേങ്ങ തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒരു തേങ്ങ തന്നെയാണ് കേട്ടോ, ഒരു മുറി ഒന്നല്ല, ഒരു തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഗ്രേവി കുറച്ചൊന്ന് തിക്കാവുമ്പോൾ നമുക്കിതിലേക്ക് ബദാം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ബദാം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചെറിയ പഴമാണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 ചെറിയ പഴം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടയാണ്ട് നമുക്കിതുപോലെ കിട്ടണമെങ്കിൽ കുറച്ച് കട്ടിയിൽ തന്നെ ഇത് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തേങ്ങയും അതുപോലെ ആ ഒരു വെല്ലവും പഴമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങ എടുത്ത് അതേ ബോളിൽ തന്നെ അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ അവൽ കുഴച്ചെന്നൊക്കെ പറയും, പല നാട്ടിലും പല പേരായിരിക്കും, പിന്നെ പല രീതിയിലായിരിക്കും ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെന്ന് മാത്രം. പിന്നെ എന്ന് വെച്ചാൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകിട്ട് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്സും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്